നമ്മൾ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാമിന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കൂടുതലും ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് ഗെസ് ചെയ്യുക ക്വസ്റ്റ്യൻസ്. ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും പറയും. അപ്പം ഓപ്ഷൻസിന് നിങ്ങൾക്ക് ഞാനൊരു 10 സെക്കൻഡ്സ്, ഒരു 10 to 15 സെക്കൻഡ്സ് തരും. അപ്പം ട്രൈ ടു ഗെസ് ഇറ്റ്. ഇനി ആൻസേഴ്സ് പറയണമെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് ജസ്റ്റ് ടൈപ്പ് ചെയ്തിടുക. ജസ്റ്റ് ഈ സെഷൻ കുറച്ചുകൂടെ എൻഗേജിങ് ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫിസിയോളജി ആണ്. Cerebral aqueduct connects option A, third ventricle with lateral ventricle. Option B, two lateral ventricles. Option C, fourth ventricle with lateral ventricle. And option D, third ventricle with fourth ventricle. So ഇവിടെ സെറിബ്രൽ അക്വിഡക്റ്റ് ബ്രെയിനത്തെ ഏതൊക്കെ വെൻട്രിക്കിൾസിനെയാണ് കണക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇഫ് നോട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Alright, so the correct option is option D, third ventricle to fourth ventricle. Cerebral aqueduct ബ്രെയിനിലുള്ള തേർഡ് വെൻട്രിക്കിളിനെയും ഫോർത്ത് വെൻട്രിക്കിളിനെയാണ് കണക്ട് ചെയ്യുന്നത്. ഈ സെറിബ്രൽ അക്വിഡക്റ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് വെൻട്രിക്കിൾസും തമ്മിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർ തമ്മിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫ്ലോയിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ നാരോ ചാനലാണ്. സോ സെറിബ്രൽ അക്വിഡക്റ്റ് എന്ന് പറയുന്നത് ബ്രെയിനിന്റെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് സർക്കുലേഷൻ സിസ്റ്റം അല്ലെങ്കിൽ CSF സർക്കുലേഷൻ സിസ്റ്റത്തിന്റെ ഒരു മെയിൻ പാർട്ടാണ്. CSF എന്ന് പറയുന്നത് ഒരു ക്ലിയർ വാട്ടറി ഫ്ലൂയിഡ് ആണ്. ഈ ഒരു ഫ്ലൂയിഡിലാണ് നമ്മുടെ ബ്രെയിനിന് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം ഈ CSF അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ബ്രെയിനിന് പ്രൊട്ടക്ഷനും പിന്നെ കുഷനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ബ്രെയിനിൽ നിന്നുള്ള വേസ്റ്റ് പ്രൊഡക്ട്സിനൊക്കെ റിമൂവ് ചെയ്യുകയും പിന്നെ സ്കള്ളിന്റെ ഉള്ളിൽ ഒരു സ്റ്റേബിൾ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ CSF ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇസ് സെറിബ്രൽ അക്വിഡക്റ്റ് തേർഡ് വെൻട്രിക്കിളിനെയും ഫോർത്ത് വെൻട്രിക്കിളിനെയാണ് കണക്ട് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, fibrous deep layer of superficial fascia over the abdomen is option A, Scarpa's fascia, option B, Seibern's fascia, option C, Walde's fascia, and option D, Camper's fascia. അബ്ഡോമിന്റെ മേലെയുള്ള സൂപ്പർഫിഷ്യൽ ഫാസിയന്റെ ഡീപ്പ് ലെയർ അത് ഏതാണെന്നാണ് ചോദിച്ചത്. സൂപ്പർഫിഷ്യൽ ഫാസിയയിലുള്ള താഴത്തെ ലെയർ ഏതാണ്, വിച്ച് ഇസ് ഓവർ ദി അബ്ഡോമൻ. സോ ദി കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇസ് ഓപ്ഷൻ എ, സ്കാർപ്പാസ് ഫാസിയ. സ്കാർപ്പാസ് ഫാസിയ ആണ് ലോവർ അബ്ഡോമിന് മേലെയായിട്ടുള്ള സൂപ്പർഫിഷ്യൽ ഫാസിയന്റെ ലെയർ എന്ന് പറയുന്നത്. സ്കാർപ്പാസ് ഫാസിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡെൻസ് മെംബ്രേനിയസ് ലെയർ. ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഡെൻസ് മെംബ്രേനിയസ് ലെയർ ആണ്. സ്കാർപ്പാസ് ഫാസിയ എന്ന് പറയുന്നത് ക്യാമ്പസ് ഫാസിയന് താഴെയായിട്ടും എന്നാൽ അബ്ഡോമിനൽ മസിൽസ് അല്ലെങ്കിൽ ലോവർ അബ്ഡോമിനൽ മസിൽസിന് മേലെയായിട്ടും കാണുന്ന ഒരു ലെയർ ആണ്. സോ ഏറ്റവും മേലെ ക്യാമ്പസ് ഫാസിയ, തൊട്ട് താഴെ സ്കാർപ്പാസ് ഫാസിയ, അതിനെയും താഴെയായിട്ട് അബ്ഡോമിനൽ മസിൽസ്. സ്കാർപ്പാസ് ഫാസിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ അബ്ഡോമിനൽ വാളിന് കുറച്ച് സപ്പോർട്ടും സ്റ്റെബിലിറ്റിയും കൊടുക്കുക, പിന്നെ അബ്ഡോമിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അത് മാത്രമല്ല അബ്ഡോമിനൽ മസിൽസിലോട്ട് ബ്ലഡ് വെസൽസിനെയും നെർവ്സിനെയും ഒക്കെ എത്തിക്കുക. ഇതൊക്കെയാണ് സ്കാർപ്പാസ് ഫാസിയന്റെ ഫങ്ഷൻ. സൂപ്പർഫിഷ്യൽ ഫാസിയ എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പോഡെർമിസ് അല്ലെങ്കിൽ സബ്ക്യൂട്ടിനസ് ടിഷ്യൂവിന്റെ മറ്റൊരു പേരാണ് സൂപ്പർഫിഷ്യൽ ഫാസിയ. ഇതില് രണ്ട് ലെയേഴ്സ് ആണുള്ളത്, ക്യാമ്പസ് ഫാസിയും സ്കാർപ്പാസ് ഫാസിയും.
So this is the outermost layer of various fascial layers in the body. നമ്മുടെ ബോഡിയിലുള്ള കുറെ ഫാസിയ ലെയേഴ്സിന്റെ ഏറ്റവും മേലത്തെ ലെയർ ആണ് സൂപ്പർഫിഷ്യൽ ഫാസിയ. പക്ഷെ എന്താണ് അംബിലിക്കസ്, അതായത് നമ്മുടെ പൊക്കിൾ ബെല്ലി ബട്ടന്റെ ആ റീജിയനിലുള്ള സ്ഥലത്ത് എന്താണ് സൂപ്പർഫിഷ്യൽ ഫാസിയ 2 ലെയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. അവിടെ ബെല്ലി ബട്ടന്റെ ആ റീജിയൻ അല്ലെങ്കിൽ അംബ്ലിക്കസ് റീജിയനിൽ സൂപ്പർഫിഷ്യൽ ഫാസിയ എന്ന് പറയുന്ന ഒരു സിംഗിൾ തിൻ ലെയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. സോ ഏറ്റവും മേലെ നമുക്ക് ഇത് ഡയഗ്രാം ആണ്. ഏറ്റവും മേലെ സ്കിന്നിന്റെ എപ്പിഡേമിസ്, താഴെ ഡേർമിസ്, അതിനെയും താഴെയായിട്ട് ഹൈപ്പോഡേർമിസ് അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ഫാസിയ, അതിനെയും താഴെ ഡീപ് ഫാസിയ. പിന്നെയാണ് മസിൽസ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ptosis, squint, and loss of reflexes, light and accommodation is seen in paralysis of option A, optic nerve, option B, oculomotor nerve, option C, trochlear nerve, and option D, trigeminal nerve. ഈ 4 ഓപ്ഷൻസിലെ ഏത് നെർവിന്റെ പാരലിസിസ് കാരണമാണ് ഈ ടോസസ്, സ്ക്വിന്റ്, പിന്നെ ലൈറ്റ് അക്കോമഡേഷനുള്ള റിഫ്ലെക്സ് ആക്ഷൻ ഒക്കെ നഷ്ടപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So the correct option is option B, oculomotor nerve is also known as the third cranial nerve. Oculomotor nerve ആണ് നമ്മുടെ ഐ മൂവ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള മസിൽസിലോട്ട്, പിന്നെ ഐലിഡ് എലിവേഷൻ, പ്യൂപ്പിലറി കൺസ്ട്രക്ഷൻ, ഇതിനൊക്കെ സഹായിക്കുന്ന മസിൽസിലോട്ട് നെർവ്സ് കൊടുക്കുന്നത് ഓക്യുലോമോട്ടർ നെർവ്. അപ്പം ടോസിസ് എന്ന് പറയുന്നത് അപ്പർ ഐലിഡിന്റെ ഡ്രൂപ്പിംഗ് ആണ്. അപ്പർ ഐലിഡ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നീങ്ങിപ്പോകും. അത് എപ്പോഴും നമുക്ക് മേലോട്ട് ഉയർത്തി പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ അപ്പർ ഐലിഡിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിലാണ് ലെവേറ്റർ പാൽപെബ്ര സുപ്പീരിയോറസ് മസിൽ എന്ന് പറയുന്നത്. സോ ഈ അപ്പർ ഐലിഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ മസിലിലോട്ട് ഓക്യുലോമോട്ടർ നെർവ് പോകുന്നുണ്ട്. അപ്പം ഓക്യുലോമോട്ടർ നെർവ് പാരലൈസ് ആവുമ്പം എന്താണ്, ആ അപ്പർ ഐലിഡിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിലിന് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ടോസിസ് എന്ന കണ്ടീഷനിലോട്ട് നീങ്ങും. പിന്നെ സ്ക്വിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഐ മൂവ്മെന്റ് കോർഡിനേഷന് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് മസിൽസ് ഉണ്ട്, എക്സ്ട്രാ ഓക്യുലർ മസിൽസ്. ഈ എക്സ്ട്രാ ഓക്യുലർ മസിൽസിലോട്ടും ഓക്യുലോമോട്ടർ നെർവ് പോകുന്നുണ്ട്. അപ്പം ഓക്യുലോമോട്ടർ നെർവ് പാരലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ മസിലിലും പ്രോപ്പറായി വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് കാരണം സ്ക്വിന്റ് എന്ന കണ്ടീഷനിലോട്ട് പോകും. സ്ക്വിന്റിന് നമ്മൾ സ്ട്രാബിസ്മസ് എന്നും പറയാറുണ്ട്. അതായത് കോങ്കണ്ണ് പോലെ കണ്ണിന്റെ പൊസിഷൻ ശരിക്കും നോർമൽ ആയിട്ടായിരിക്കില്ല, കണ്ണിന്റെ പൊസിഷൻ മാറി. പിന്നെ ലോസ് ഓഫ് ലൈറ്റ് ആൻഡ് അക്കോമഡേഷൻ റിഫ്ലെക്സസ്. നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയത്തെ ഏറ്റവും നടുത്ത ഭാഗമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ പ്യൂപ്പിൾ വഴിയാണ് കണ്ണിന്റെ ഉള്ളിലോട്ട് ലൈറ്റ് പോകുന്നത്. ഈ പ്യൂപ്പിളുടെ ഡയമീറ്റർ നമുക്ക് കണ്ണിലോട്ട് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പം ഈ പ്യൂപ്പിലറി കൺസ്ട്രക്ഷന് സഹായിക്കുന്ന ഒരു നെർവ് ആണ് ഓക്യുലോമോട്ടർ നെർവ്. ഈ ഓക്യുലോമോട്ടർ നെർവ് അതോടൊപ്പം തന്നെ നമ്മുടെ ലെൻസിന്റെ ഫോക്കസിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഓക്യുലോമോട്ടർ നെർവ് പാരലൈസ് ആവുമ്പം നമ്മുടെ ലെൻസിന് പ്രോപ്പർ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്യൂപ്പിലറി കൺസ്ട്രക്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കൂല. അത് കാരണം എന്താണ്, ലൈറ്റ് റിഫ്ലെക്സസ് ഒന്നും കറക്റ്റ് ആയിട്ട് നടക്കൂല. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ചസ് മിൽക്ക് ഇസ് സെക്രീറ്റഡ് ബൈ ഓപ്ഷൻ എ മദർ, ഓപ്ഷൻ ബി ന്യൂബോൺ, ഓപ്ഷൻ സി ബോത്ത്, ആൻഡ് ഓപ്ഷൻ ഡി നൺ. വിച്ചസ് മിൽക്ക് ആരാണ് സെക്രീറ്റ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇഫ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചാറ്റ് ബോക്സിലോട്ട് ജസ്റ്റ് ഇങ്ങനെ ഓപ്ഷൻസ് ടൈപ്പ് ചെയ്യാം, സോ ദാറ്റ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാം ആരൊക്കെ ശരിയാക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു ലെവൽ എത്രയാണെന്ന് നോക്കാം. വിച്ചസ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ബി ന്യൂബോൺ. വിച്ചസ് മിൽക്ക് നമ്മൾ നിയോനേറ്റൽ മിൽക്ക് എന്നും പറയാറുണ്ട്. ഇത് ആക്ച്വലി ന്യൂബോൺ ബേബീസ്, രണ്ട് സെക്സസിലുള്ള ബേബീസും സെക്രീറ്റ് ചെയ്യുന്ന ഒരു മിൽക്കി ഡിസ്ചാർജ് ആണ് വിച്ചസ് മിൽക്ക് എന്ന് പറയുന്നത്. ഇത് സംഭവിക്കാൻ കാരണം
മദർ അല്ലെങ്കിൽ മെറ്റേണൽ മദറിന്റെ ഹോർമോൺസ് അല്ലെങ്കിൽ മെറ്റേണൽ ഹോർമോൺസിന്റെ ഇൻഫ്ലുവൻസ് കാരണമാണ് പുതിയ ജനിച്ച ശിശുക്കൾ അല്ലെങ്കിൽ ന്യൂ ബോൺസ് കുറച്ച് മിൽക്ക് സെക്രേറ്റ് ചെയ്യുന്നത്. ഇത് നോർമൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അധികം ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാണ്ട് സാധാ കുറച്ച് കാലക്രമേണ കുറച്ച് കഴിഞ്ഞാൽ ഇത് നിന്നോളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Retinacula are the thickened portions of option A, superficial fascia, option B, deep fascia, C, tendons, and D, muscles. ഇതില് ഈ ഓപ്ഷൻസിൽ റെറ്റിനാക്കുല എന്ന് പറയുന്നത് തിക്കൺ പോർഷൻസ് ആണ്. സോ അത് ഇതിലെ ഏതിലാണ് കാണുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇസ് ഓപ്ഷൻ ബി, ഡീപ് ഫാസിയ. റെറ്റിനാക്കുല ഇസ് ആക്ച്വലി ഡീപ് ഫാസിയന്റെ തിക്കൺഡ് പോർഷൻസ് ആണ്. ഈ റെറ്റിനാക്കുല വെച്ചിട്ടാണ് ടെൻഡൻസിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ബോൺസിനെയും ജോയിന്റ്സിനെയും ഒക്കെ ടെൻഡൻസ് ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഡീപ് ഫാസിയന്റെ തിക്കൻഡ് ആയിട്ടുള്ള റീജൻസ് ആണ് റെറ്റിനാക്കുല. ഇത് മസിൽസിന്റെ ഭാഗമല്ല, ഡീപ് ഫാസിയന്റെ ഭാഗമാണ്. സോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ്. സൂപ്പർഫിഷ്യൽ ഫാസിയ എന്ന് പറയുന്നത് സ്കിന്നിന് താഴെയായിട്ട് കാണുന്ന ടിഷ്യൂവിന്റെ ഒരു ലെയർ ആണ്. ഇത് ഇവിടെ റെറ്റിനാക്കുല കാണുന്നില്ല. പിന്നെ ടെൻഡൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ബോൺസും മസിൽസും തമ്മിലുള്ള കണക്ഷന്റെ ആ ഭാഗത്തിനാണ് നമ്മൾ ടെൻഡൻസ് എന്ന് പറയുന്നത്. പിന്നെ മസിൽസ് എന്ന് പറയുന്നത് നമ്മൾക്ക് മൂവ്മെന്റ് ഒക്കെ സഹായിക്കുന്ന ടിഷ്യൂസ് ആണ്, കൺട്രാക്റ്റഡ് ടിഷ്യൂസ് ആണ് മസിൽസ് എന്ന് പറയുന്നത്. സോ ഡീപ് ഫാസിയയിലാണ് റെറ്റിനാക്കുല അല്ലെങ്കിൽ ഈ തിക്കൺ പോർഷൻസ് കാണുന്നത്. സോ ഇത് വീണ്ടും ഫാസിയയുടെ ഡയഗ്രാം ആണ്. ഏറ്റവും മേലെ എപ്പിഡെർമിസ്, ദെൻ ഡെർമിസ്, സൂപ്പർഫിഷ്യൽ ഫാസിയ, താഴെ ഡീപ് ഫാസിയ, പിന്നെയാണ് മസിൽസ്. ഇതും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. Bile pigments are formed in option A, liver, option B, red blood cells അല്ലെങ്കിൽ RBC, option C, bone marrow, option D, all of the above. ഈ ഓപ്ഷൻസിൽ ബൈൽ പിഗ്മെന്റ്സ് എവിടെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൈ ടു ആൻസർ ഇറ്റ്. വെരി ഈസി, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. സോ ഒരു 5 seconds 10 seconds വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. The correct answer is option A, liver. ലിവറിലാണ് ബൈൽ പിഗ്മെന്റ്സ് ഉണ്ടാവുന്നത്. ബൈൽ പിഗ്മെന്റ്സ് അല്ലെങ്കിൽ ബൈൽ ജ്യൂസ് ഉണ്ടാവുന്നത് ലിവറിലാണ്. എന്നിട്ട് ബൈലില് സ്റ്റോർ ചെയ്ത് വെക്കും. ശരിക്കും ഉണ്ടാക്കുന്നത് ലിവറിലും, എന്നാൽ സ്റ്റോർ ചെയ്യുന്നത് ബൈലിൽ എന്ന് പറയുന്ന വേറൊരു ഓർഗനിലാണ്. എന്നിട്ട് ഡൈജഷന്റെ സമയത്ത് ബൈലിൽ നിന്നാണ് ഇത് ഡുവോഡിനത്തിലോട്ട് അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്റ്റൈനിലോട്ട് റിലീസ് ചെയ്യുന്നത്. RBCs എന്ന് പറയുന്നത് നമുക്കറിയാം, RBC നമ്മുടെ ബ്ലഡിൽ കാണുന്ന ഒരു മേജർ സെല്ലാണ്. RBCയിൽ ഹീമോഗ്ലോബിൻ ഉണ്ട്. ഈ ഹീമോഗ്ലോബിൻ വഴിയാണ് ബ്ലഡിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ RBCs ചത്തുപോകുമ്പോൾ അല്ലെങ്കിൽ RBCs ഡൈ, ഈ ഹീമോഗ്ലോബിൻ RBCസിൽ കാണുന്ന പിഗ്മെന്റ് ആണ് ഹീമോഗ്ലോബിൻ. ആ ഹീമോഗ്ലോബിൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ബൈൽ പിഗ്മെന്റ്സിന്റെ ഒരു കോമ്പണന്റ് ആയി മാറുന്നുണ്ട്. ബട്ട് RBCs അല്ല ബൈൽ പിഗ്മെന്റ്സ് ഉണ്ടാക്കുന്നത്. ബൈൽ പിഗ്മെന്റ്സിന്റെ കോമ്പണന്റ് ആയിട്ട് ഹീമോഗ്ലോബിൻ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ബോൺ മാരോയിലാണ് RBCs രൂപപ്പെടുന്നത്. ബൈൽ പിഗ്മെന്റ്സിന്റെ ഫോർമേഷന് ഡയറക്ട്ലി ലിങ്ക്ഡ് അല്ല, എന്നാൽ ഓവറോൾ പ്രോസസ്സിൽ ചെറിയൊരു റോൾ ഉണ്ട്. പിന്നെ ഈ ലിവറിലാണ് എന്താണ് ബ്രോക്കൺ ഡൗൺ ചെയ്തുള്ള RBCസിനെ വലിച്ചെടുത്തിട്ട് എന്നിട്ട് അത് ബൈൽ പിഗ്മെന്റ്സ് ആയിട്ട് മാറ്റി എടുക്കുന്നത്. എന്നിട്ട് ബൈൽ വഴിയാണ് ഇവ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. സോ ലിവറിലാണ് ബൈൽ പിഗ്മെന്റ്സ് ഉണ്ടാക്കുന്നത്. RBCസിന്റെ ഹീമോഗ്ലോബിൻ ബൈൽ പിഗ്മെന്റ്സ് ഉണ്ടാക്കാനുള്ള ഒരു കോമ്പണന്റ് ആയിട്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. Muscles of mastication are supplied by option A, facial artery, option B, maxillary artery, option C, middle meningeal artery, and option D, occipital artery. മാസ്റ്റിക്കേഷൻ മസിൽസിന് ഇതിൽ ഏത് ആർട്ടറിയാണ് ബ്ലഡ് വെസൽസ് സപ്ലൈ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഇതിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന 3 ഓപ്ഷൻസ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കാം. സോ
So the muscles of mastication are supplied by option B, maxillary artery. Maxillary artery ആണ് മാസ്റ്റിക്കേഷൻ മസിൽസിന് വേണ്ടിയിട്ട് ബ്ലഡ് വെസൽസ് കൊടുക്കുന്നത്. മാക്സിലറി ആർട്ടറി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിന്റെ ഒരു ബ്രാഞ്ച് ആണ് മാക്സിലറി ആർട്ടറി. ഇത് നമ്മുടെ മുഖത്തുള്ള ഒത്തിരി മസിൽസിന് ബ്ലഡ് വെസൽസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. മസിൽസ് ഓഫ് മാസ്റ്റിക്കേഷൻ, അതായത് ച്യൂയിങ് മസിൽസ്, നമുക്ക് ചവയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ജോ ബോണിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസ്, പിന്നെ ടീത്ത് ആൻഡ് ഗംസ്, മാക്സിലറി സൈനസ്, നാസൽ കാവിറ്റി, പിന്നെ ഐസ്, ഇവ ഈ റീജിയൻസിലോട്ടൊക്കെ ബ്ലഡ് വെസൽസ് എത്തിക്കുന്നത് മാക്സിലറി ആർട്ടറി ആണ്. ഫേഷ്യൽ ആർട്ടറി എന്ന് പറയുന്നത് കൂടുതലും ഫേഷ്യൽ എക്സ്പ്രഷൻ, മുഖഭാവങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്ന മസിൽസും, പിന്നെ സ്കിൻ, പിന്നെ ഫേസിന്റെ മ്യൂക്കസ് മെംബ്രെയിൻസ്, ഇവയിലോട്ടൊക്കെയാണ് ഫേഷ്യൽ ആർട്ടറി ബ്ലഡ് എത്തിക്കുന്നത്. പിന്നെ മിഡിൽ മെനിഞ്ചൽ ആർട്ടറി നമ്മുടെ ബ്രെയിനിനെ സപ്പോർട്ട് ചെയ്ത പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ആണ് മെനിഞ്ചസ്. ഈ മെനിഞ്ചസിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള ഡ്യൂറാ മാറ്ററിലോട്ട് ബ്ലഡ് എത്തിക്കുന്ന ഒരു ആർട്ടറിയാണ് മിഡിൽ മെനിഞ്ചൽ ആർട്ടറി. പിന്നെ ഓക്സിപിറ്റൽ ആർട്ടറി നമ്മുടെ ഹെഡിന്റെ സ്കാൽപ് റീജിയനിലും പിന്നെ ഹെഡിന്റെ ബാക്ക് റീജിയനിലുള്ള മസിൽസിലോട്ടൊക്കെ ബ്ലഡ് എത്തിക്കുന്ന ആർട്ടറിയാണ് ഓക്സിപിറ്റൽ ആർട്ടറി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദി സപ്പോർട്ടിംഗ് സെൽസ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആർ ഓപ്ഷൻ എ ന്യൂറോൺസ്, ഓപ്ഷൻ ബി ഹയാലിൻ സെൽസ്, ഓപ്ഷൻ സി ന്യൂറോഗ്ലിയ ആൻഡ് ഓപ്ഷൻ ഡി ഷ്വാൻ സെൽസ്. നെർവസ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സെൽസ് ഏതാണ് ചോദിച്ചത്. വെരി ഈസി ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചിന്തിക്കുക. Alright. So the correct answer, the supporting cells of central nervous system എന്ന് പറയുന്നത് ന്യൂറോഗ്ലിയ ആണ്. ന്യൂറോൺസ് എന്ന് പറയുന്നത്, അപ്പം ന്യൂറോഗ്ലിയ ആണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ സപ്പോർട്ടിംഗ് സെൽസ്. ന്യൂറോൺസ് എന്ന് പറയുന്നത് ആക്ച്വലി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ്. അവർ സപ്പോർട്ടിംഗ് സെൽസ് ആണ്. നെർവസ് സിസ്റ്റത്തിനെ മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നതാണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഈ ന്യൂറോൺസ് വരെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇലക്ട്രിക് സിഗ്നൽസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഹയാലിൻ സെൽസ് എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റം തീരെ റിലേറ്റ് ചെയ്യാത്തൊരു സെൽസ് ആണ് ഹയാലിൻ സെൽസ്. ഇവരെ നമ്മൾ പ്ലാസ്മോസൈറ്റോയിഡ് സെൽസ് എന്നും പറയാറുണ്ട്. ഇവര് നമ്മുടെ മൗത്തിലൊക്കെ അല്ലെങ്കിൽ മൗത്തിലെ പാലറ്റ് റീജിയനിലൊക്കെ ഉള്ള ട്യൂമേഴ്സിൽ കാണുന്ന ഒരു പ്രത്യേകതരം സെൽസ് ആണ് ഹയാലിൻ സെൽസ്. അടുത്തത് ഷ്വാൻ സെൽസ്. സോ ഷ്വാൻ സെൽസ് എന്ന് പറയുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ സപ്പോർട്ടിംഗ് സെൽസ് ആണ്. ഷ്വാൻ സെൽസ് ആണ് ഈ നെർവ് സെൽസിന്റെ ആക്സോണില് മൈലിൻ ഷീത്ത് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷ്വാൻ സെൽസ് ആണ്. ഇവ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ സപ്പോർട്ടിംഗ് സെൽസ് അല്ല, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ സപ്പോർട്ടിംഗ് സെൽസ് ആണ്. പിന്നെ ന്യൂറോഗ്ലിയനെ നമ്മൾ ഗ്ലയൽ സെൽസ് എന്നും പറയാറുണ്ട്. ദീസ് ആർ ആക്ച്വലി നോൺ ന്യൂറോണൽ സെൽസ് that provide various essential functions for neurons in central nervous system. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഒത്തിരി ഫങ്ഷൻസ് ന്യൂറോഗ്ലിയ പെർഫോം ചെയ്യാറുണ്ട്. ഇവര് നോൺ ന്യൂറോണൽ സെൽസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, caudate antennae are attached to the option A papillary muscles, option B atrioventricular valves, option C both, option D none. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവയിൽ ഏതിലോട്ടാണ് കോഡേറ്റ് ആന്റിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതില് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ബോത്ത്. കോഡേറ്റ് ആന്റിനെ ആക്ച്വലി ദീസ് ആർ തിൻ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന തിൻ ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഇവ പാപ്പിലറി മസിൽസിനെയും ഏട്രിയോവെൻട്രിക്കുലർ വാൾസിനെയും കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. സോ ഫിഗറിൽ ഇവിടെ നമുക്ക് ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ഉണ്ട്. ഇവിടെയും ഏട്രിയോവെൻട്രിക്കുലർ വാൾവ് ഉണ്ട്, ഇവിടെയും ഏട്രിയോവെൻട്രിക്കുലർ വാൾവ് ഉണ്ട്. അപ്പം ഏട്രിയോവെൻട്രിക്കുലർ വാൾവിനെയും പിന്നെ ഇങ്ങനെ കുറച്ച് പ്രൊജക്ഷൻസ് ആയിട്ടുള്ള പാപ്പിലറി മസിൽസ്, ഈ പാപ്പിലറി മസിൽസിനെയും വാൾവിനെയും കണക്ട് ചെയ്യുന്ന ഫൈബ്രസ് ടിഷ്യൂസ് ആണ് കോഡേറ്റ് ആന്റിനെ. ഇവ കോഡേറ്റ് ആന്റിനെ വെച്ചിട്ടാണ് നമ്മുടെ ഏട്രിയോവെൻട്രിക്കുലർ വാൾസിനെ ക്ലോസിങ്ങിനും ഓപ്പണിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the type of cartilage in which chondrocytes are arranged in small groups within nest is option A fibrocartilage, option B hyaline cartilage,
Option C, elastic cartilage, and option D, fibroelastic cartilage. ഓപ്ഷൻസിൽ ഈ കാർട്ടിലേജിൽ കുറെ ടൈപ്സ് ഉണ്ട്. സോ കാർട്ടിലേജിൽ ഇതിൽ ഏത് കാർട്ടിലേജിലാണ് കാർട്ടിലേജിന്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് ആയിട്ടുള്ള കോൺട്രോസൈറ്റ്സ് ചെറിയ ചെറിയ ഗ്രൂപ്പ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ദിസ് ഓൾസോ എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കാം, പക്ഷെ എന്നാലും ഡയറക്റ്റ് ആൻഡ് ഈസി ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹയാലിൻ കാർട്ടിലേജ് ആണ്. അപ്പം ഹയാലിൻ കാർട്ടിലേജിലാണ് കോൺട്രോസൈറ്റ്സ് ചെറിയ ചെറിയ ഗ്രൂപ്പ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഈ നെസ്റ്റിന് സ്മോൾ ഗ്രൂപ്പ്സ് വിത്തിൻ ദ നെസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, ഈ സ്മോൾ ക്ലസ്റ്റേഴ്സ് നമ്മൾ ലാക്കിണ എന്നാണ് പറയുന്നത്. ലാക്കിണയ്ക്ക് ചുറ്റും ഒരു കൊളാജൻ ഫൈബേഴ്സിന്റെ ഒരു ഡെൻസ് മാട്രിക്സ് ഉണ്ട്. അത് കാരണം ഹയാലിൻ കാർട്ടിലേജിന്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ ഭയങ്കര സ്മൂത്ത് ആൻഡ് ഗ്ലോസി അപ്പിയറൻസ് ആയിരിക്കും, ഭയങ്കര തിളങ്ങുന്ന അപ്പിയറൻസ് ആയിരിക്കും. ഇതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്ലെക്സിബിലിറ്റിയും ഈ ഹയാലിൻ കാർട്ടിലേജിനുണ്ട്. സോ ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഹയാലിൻ കാർട്ടിലേജ് ആണ് ട്രക്കിയ, നോസ്, പിന്നെ ആർട്ടിക്കുലർ സർഫസ് ഓഫ് ജോയിന്റിന്റെ ഒക്കെ ആർട്ടിക്കുലർ സർഫസിലൊക്കെ കാണുന്ന കാർട്ടിലേജ് എന്ന് പറയുന്നത് ഹയാലിൻ കാർട്ടിലേജ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ഹയാലിൻ കാർട്ടിലേജ്. ഹയാലിൻ കാർട്ടിലേജിലെ ചെറിയ ചെറിയ ഗ്രൂപ്പ്സിനാണ് നമ്മൾ ലാക്കിണ എന്ന് പറയുന്നത്. ലാക്കിണയ്ക്ക് ചുറ്റുമായിട്ടുള്ള ഡെൻസ് കൊളാജൻ റിച്ച് ഏരിയ ആണ് നമ്മൾ മാട്രിക്സ് എന്ന് പറയുന്നത്. പിന്നെ ദിസ് ഇസ് ഇലാസ്റ്റിക് കാർട്ടിലേജ് ആൻഡ് ദിസ് ഇസ് ഫൈബ്രോ കാർട്ടിലേജ്. ഇവിടെ ഒന്നും കോൺട്രോസൈറ്റ്സ്, ഇവിടെയൊക്കെ കോൺട്രോസൈറ്റ്സ് ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ടാണ് കൂടുതലും കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ് അബൌട്ട് ദ കെയർ ഓഫ് ഐസ്? താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ഇതിൽ ഏതൊക്കെയാണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1, സോ സ്റ്റേറ്റ്മെന്റ്സ് പറയാം. കാറ്ററാക്ട് ഇസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ബ്ലൈൻഡ്നെസ് ഇൻ ഇന്ത്യ. Second statement, trachoma is another term for bacterial conjunctivitis. Most common cause of eye injuries in children is due to firecrackers. 1 lakh units of vitamin A is given twice yearly to children below 5 years. ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ only 1 and 4, ഓപ്ഷൻ ബി only 2 and 3, ഓപ്ഷൻ സി only 2 and 4, and option D only 1 and 3. All right. So ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഓപ്ഷൻ സി only 2 and 4 ആണ്. അപ്പം cataract is the most common cause of blindness in India. This statement is actually correct. സ്റ്റാറ്റിസ്റ്റിക്സും ഡേറ്റയും പ്രകാരം ഗ്ലോബലി കാറ്ററാക്ട് എന്ന് പറയുന്നത് ഒരു വലിയൊരു ബ്ലൈൻഡ്നെസ് ഉള്ള ഒരു ലീഡിങ് കോസ് ആണ്. ഡെവലപ്പിംഗ് കൺട്രീസ്, ഇന്ത്യ പോലത്തെ ഡെവലപ്പിംഗ് കൺട്രീസിൽ ബ്ലൈൻഡ്നെസ്സിന് പ്രധാന കാരണം എന്ന് പറയുന്നത് കാറ്ററാക്ട് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ട്രക്കോമ ഇസ് അനദർ ടേം ഫോർ ബാക്ടീരിയൽ കൺജക്ടിവൈറ്റിസ് എന്നാണ്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ട്രക്കോമ എന്ന് പറയുന്നത് ക്ലമിഡിയ ട്രക്കോമാറ്റിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. ഇത് ബാക്ടീരിയൽ കൺജക്ടിവൈറ്റിസിന് മറ്റൊരു പേരല്ല. ഇത് ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. കൂടുതലും ലോ റിസോഴ്സ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഏരിയാസിലൊക്കെ ഉള്ള ചിൽഡ്രനെയാണ് കൂടുതലും ഇത് എഫക്ട് ചെയ്യുന്നത്. പിന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റ്, മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഐ ഇഞ്ചുറീസ് ഇൻ ചിൽഡ്രൻ ഇസ് ഡ്യൂ ടു ഫയർ ക്രാക്കേഴ്സ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഫയർ ക്രാക്കേഴ്സും പിന്നെ എക്സ്പ്ലോഷൻസും ഒക്കെ ചെറിയ കുട്ടികളിലൊക്കെ എന്താണ് ഐ ഇഞ്ചുറീസിനൊക്കെ ഉള്ള പ്രധാന കാരണമാണ്. കാരണം അവർ പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിക്കാണ്ടായിരിക്കും ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. പിന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഈസ് എ മേജർ പബ്ലിക് ഹെൽത്ത് കൺസേൺ. പക്ഷെ ഇവരുടെ വൈറ്റമിൻ എ ഡെഫിഷ്യൻസിക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വൈറ്റമിൻ എ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ വൈറ്റമിൻ എ സപ്ലൈ ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റി അത് മാറി കളിക്കുന്നുണ്ട്. അത് ആക്ച്വലി 1 lakh യൂണിറ്റ്സ് ആയിരിക്കാം എന്നില്ല.
അത് നമ്മുടെ പ്രോഗ്രാമിനനുസരിച്ചും പിന്നെ ആവശ്യത്തിനനുസരിച്ചും അതിന്റെ ക്വാണ്ടിറ്റിയും ഡോസേജും ഫ്രീക്വൻസിയും മാറും. ബാക്ടീരിയൽ കൺജക്ടിവൈറ്റിസ് നമ്മൾക്ക് വേറൊരു പേരെന്ന് പറയുന്നത് പിങ്ക് ഐ എന്നാണ്. ഇത് നമ്മുടെ ഐയിലുള്ള കൺജക്റ്റീവ എന്ന് പറഞ്ഞ ലെയറിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. ഈ ഉണ്ടാക്കുന്ന കാരണക്കാരായ ബാക്ടീരിയാസ് ആർ ആക്ച്വലി സ്റ്റെഫിലോകോക്കസ് ഓറിയസ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, പിന്നെ ഹീമോഫൈലസ് ഇൻഫ്ലുവൻസ. ഇത്തരം ബാക്ടീരിയാസ് ആണ് ബാക്ടീരിയൽ കൺജക്ടിവൈറ്റിസ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ ഐലിഡ്സിന്റെ കവർ ചെയ്യുന്ന ഒരു ഇന്നർ സർഫസും പിന്നെ ഐന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ, തിൻ ട്രാൻസ്പെറന്റ് ലെയർ ആണ് കൺജക്റ്റീവ. ഇതിനെ ഇൻഫെക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആണ് ബാക്ടീരിയൽ കൺജക്ടിവൈറ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statements are correct about proteins? Animal proteins are superior to vegetable proteins. Animal proteins contain all 9 essential amino acids needed by the body. Pulses are known as poor man's meat. Vegetable proteins contain less essential amino acids. Option A, only 1, 2, and 3. Option B, only 1, 3, and 4. Option C, only 2, 3, and 4. And option D, all of the above. ഇതില് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ് ആണ്. സോ ഇവിടെ നോക്കിയാൽ ആനിമൽ പ്രോട്ടീൻസ് സത്യം പറഞ്ഞാല് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓൾ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സും ആനിമൽ പ്രോട്ടീൻസിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആനിമൽ പ്രോട്ടീൻസ് വെജിറ്റബിൾ പ്രോട്ടീൻസിനെക്കാളും സുപ്പീരിയർ ആണ്. കാരണം എല്ലാ വെജിറ്റബിൾ പ്രോട്ടീൻസിലും എല്ലാ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സും ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് ആനിമൽ പ്രോട്ടീൻസ് ആർ ബെറ്റർ ദാൻ വെജിറ്റബിൾ പ്രോട്ടീൻസ്. പിന്നെ പൾസസ് ആർ നോൺ ആസ് പുവർ മാൻസ് മീറ്റ്. ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. കാരണം പൾസസിൽ അത്യാവശ്യം വേണ്ട എല്ലാ പ്രോട്ടീൻ കണ്ടന്റും ഉണ്ട്. മാത്രമല്ല പൾസസ് കുറച്ചും കൂടെ ചീപ്പാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വാങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് പുവർ മാൻസ് മീറ്റ് എന്ന് പറയുന്നത്. പിന്നെ ആനിമൽ പ്രോട്ടീൻസ് ആർ സുപ്പീരിയർ ടു വെജിറ്റബിൾ പ്രോട്ടീൻസ്. അപ്പൊ തന്നെ അറിയാം വെജിറ്റബിൾ പ്രോട്ടീൻസിൽ എന്താണ്, ആനിമൽ പ്രോട്ടീൻസിൽ കാണുന്ന അത്രയും അമിനോ ആസിഡ്സ് ഇല്ല. അതുകൊണ്ട് ഫോർത്ത് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ എല്ലാ ഓപ്ഷൻസും കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇതിവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. 13th question. Which of the following statement is or are wrong about dietary goals recommended by various expert committees of the World Health Organization? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രകാരം കുറച്ച് ഡയറ്ററി ഗോൾസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് താഴെ. അതിൽ ഏതൊക്കെയാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Dietary fat should be limited to approximately 15 to 30% of the total daily intake. Saturated fat should contribute no more than 10% of the total energy intake. Protein should account for approximately 15 to 30% of the daily intake. Salt intake should be reduced to an average of not more than 15 grams per day. Option A, only 1. Option B, only 2. Option C, only 2 and 3. And option D, only 3 and 4. ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് തെറ്റ് എന്നാണ് ചോദിച്ചത്. അപ്പം കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, only 3 and 4. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സത്യം പറഞ്ഞാല് പ്രോട്ടീൻസിന് ഒരു റേഞ്ച് അല്ലെങ്കിൽ എത്ര നമ്മൾ ഡെയിലി എത്ര പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യണമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. പ്രോട്ടീന്റെ ഇൻടേക്ക് നമ്മുടെ ഏജ്, ഹെൽത്ത്, പിന്നെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ ഇതിനനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ ഷുഡ് അക്കൗണ്ട് ഫോർ അപ്രോക്സിമേറ്റ്ലി 15 to 30% ഓഫ് ഡെയിലി ഇൻടേക്ക് എന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പിന്നെ സോൾട്ട് ഇൻടേക്ക്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സോൾട്ട് ഇൻടേക്ക് 5 grams per ഡേക്ക് അല്ലെങ്കിൽ ലെസ് ദാൻ 5 grams per ഡേ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 15 grams per day എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓപ്ഷൻ തേർഡ് സ്റ്റേറ്റ്മെന്റും ഫോർത്ത് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഡയറ്ററി ഫാറ്റ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രകാരം 30% ഓഫ് ടോട്ടൽ എനർജി ഇൻടേക്കിനെക്കാളും കുറവായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റിൽ 15 to 30% ഓഫ് ടോട്ടൽ ഡെയിലി ഇൻടേക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് should not contribute to more than 10% of total energy intake. നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ഫുഡിന്റെ 10%-നേക്കാളും കുറവായിരിക്കണം സാച്ചുറേറ്റഡ് ഫാറ്റ്. ഇതും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഡയറ്ററി റെഗുലേഷൻ ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. അടുത്ത ചോദ്യമാണ്, the following are bacterial foodborne infections except option A botulism, option B oxyurosis,
ഓപ്ഷൻ സി ഷിഗല്ലോസിസ് ആൻഡ് ഓപ്ഷൻ ഡി ബ്രുസല്ലോസിസ്. ഇതില് ബാക്ടീരിയൽ ഫുഡ് ബോൺ ഇൻഫെക്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ഓക്സിയുറാസിസ്. ബോട്ടുലിസം, ഷിഗല്ലോസിസ്, ബ്രുസല്ലോസിസ് ഇവയൊക്കെ ബാക്ടീരിയൽ ഫുഡ് ബോൺ ഇൻഫെക്ഷൻസ് ആണ്. ഫുഡ് വഴി ബാക്ടീരിയ കാരണം ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻസ് ആണ് ഈ 3 ഇവ കണ്ടാമിനേറ്റഡ് ഫുഡ് അല്ലെങ്കിൽ വാട്ടർ വഴിയൊക്കെയാണ് നമ്മുടെ ബോഡിയിലോട്ട് എത്തുന്നത്. ഓക്സിയുറാസിസ് പാരാസൈറ്റിക് വേം ആയിട്ടുള്ള എൻഡ്രോബയോസ് വെർമിക്കുലാറിസ് എന്ന പാരാസൈറ്റിക് വേം ഉണ്ടാക്കുന്ന ഒരു ഡിസീസ് ആണ് ഓക്സിയുറാസിസ്. ഇവ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡ്, പിന്നെ കണ്ടാമിനേറ്റഡ് ഹാൻഡ്സ്, പിന്നെ ഫീക്കൽ ഓറൽ ട്രാൻസ്മിഷൻ വഴിയൊക്കെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. യൂഷ്വലി ഫുഡും വാട്ടറും വഴി ട്രാൻസ്മിറ്റ് ചെയ്യാറില്ല.